ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ രാജേഷ് കുമാർ. വായ്പുണ്ണ് ആഫ്റ്റർ സൾസർ അതിൻ്റെ കാരണം എന്തൊക്കെയാണ്, അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇമോഷണൽ സ്ട്രെസ്സാണ്. എസ്പെഷ്യലി സ്റ്റുഡൻസിൽ എക്സാം സമയത്തുണ്ടാകുന്ന ടെൻഷൻ, ആങ്സൈറ്റി വായ്പുണ്ണ് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം ഉറക്കക്കുറവാണ്, സ്ലീപ്ലെസ്നെസ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ വ്യതിയാനങ്ങളാണ്, ഹോർമോണൽ ചേഞ്ചസ്. എസ്പെഷ്യലി യുവതികളിൽ മെൻസ്ട്രൽ പീരിയഡ് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ സമയത്ത്, ഗർഭിണികളിൽ ഈ സമയത്ത് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുകയും വായ്പുണ്ണ് ഉണ്ടാക്കുകയും ചെയ്യും. അടുത്ത കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻ B2, റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി, പിന്നെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉള്ളവരിൽ വായ്പുണ്ണ് ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. ഇലക്കറികൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ വളരെ കുറവായിരിക്കും. ഇവർക്ക് വായ്പുണ്ണ് കാണാറുണ്ട്. അടുത്തത് ഷാർപ്പ് ടൂത്ത്. നമ്മുടെ വായിലൊരു കൂർത്ത പല്ല് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മോണയിലും കവിളിലും ഉരഞ്ഞ് മുറിവുണ്ടാക്കുന്നു. ഇത് അൾസറായിട്ട് മാറുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്തത് ഇമ്മ്യൂണോ സപ്രഷനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ രോഗത്തെ ചെറുക്കാനുള്ള ശേഷി, രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ചില അസുഖങ്ങളുണ്ട്. ഇവ ഉള്ളവരിൽ വായ്പുണ്ണ് കാണാറുണ്ട്. അടുത്തത് അലർജി എക്സ്പോഷറാണ്. നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, അസിഡിക് ഫുഡ്സ്, അവ വായ്പുണ്ണ് കാരണമാകുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ചില മെറ്റീരിയൽസ്, ചില പദാർത്ഥങ്ങൾ, മൗത്ത് വാഷ്, ചൂയിങ് ഗംസ്, അതേപോലെ ടൂത്ത് പേസ്റ്റ് എന്നിവയിലെ ചില കെമിക്കൽ ഇൻഗ്രീഡിയൻസ്, സിനമൺ, കറുവപ്പട്ട പോലെ ചില ഇൻഗ്രീഡിയൻസ് വായ്പുണ്ണ് കാരണമാക്കുന്നു. ചില മിഠായികൾ, ചില പ്രത്യേക മിഠായികൾ, അവരെ ചില ഇൻഗ്രീഡിയൻസ് വായ്പുണ്ണ് ഉണ്ടാക്കുന്നു. പിന്നെ നമ്മുടെ കുടലിനെയും ആമാശയത്തെയും ബാധിച്ച ചില അസുഖങ്ങളുണ്ട്. അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് തുടങ്ങിയ അസുഖങ്ങളുള്ളവരിൽ വായ്പുണ്ണ് ഉണ്ടാവാറുണ്ട്. പിന്നെ പുളിച്ചു തികട്ടുക, GERD, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന അസുഖമുള്ളവരിൽ വായ്പുണ്ണ് ഉണ്ടാവാറുണ്ട്. മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരിലും വായ്പുണ്ണ് സ്ഥിരമായിട്ട് കാണാറുണ്ട്.